നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിന് എന്ത് മരുന്നാ കൊടുക്കുന്നതെന്ന് എനിക്കും അറിയില്ല. എന്റെ കുഞ്ഞിനെ നോക്കിയിരുന്നത് വീട്ടിലെ സർവന്റ് ആയിരുന്നു. കുഞ്ഞിന് എന്ത് മരുന്നാ കൊടുക്കണ്ടെന്ന് എനിക്കറിയാം. അമ്മേ പോകണ്ട. ദൈവമേ, ഭഗവതി, ഞാൻ പറഞ്ഞല്ലേ രാജലക്ഷ്മി, എന്തോ നാശം വരെ നിന്റെ സൂര്യൻ എനിക്ക് കിട്ടിയത്. രാജലക്ഷ്മി, വേണ്ട. ഇതിന് തക്കതായി എന്താ അപരാധം ഞങ്ങൾ ചെയ്തത്? മുഴുവൻ കത്തിപ്പോയല്ലോ അമ്മേ. മോനെ, അമ്മേ ചെറുപ്പമംഗലത്തെ എല്ലാ വസ്തുക്കളുടെ ആധാരങ്ങള് ഈ മുറിക്കകത്തായിരുന്നു. ഈശ്വരാ, കത്തി ചാമ്പലായി പോയല്ലോ അമ്മേ. എന്റെ തറവാട് തകർന്നല്ലോ ദൈവമേ. ഇനി നീ ഞങ്ങളുടെ ജീവൻ കൂടി അങ്ങ് എടുത്താ മതി. കരയല്ലേ അമ്മേ? മുത്തശ്ശി, കരയാതെ, കരയല്ലേ അമ്മേ. കരഞ്ഞ അസുഖമൊന്നും വരുത്തി വെക്കില്ല എന്റെ അമ്മേ. ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നശിപ്പിച്ചില്ലേ, എല്ലാം നശിപ്പിച്ചില്ലേ? ആ ഒരുമ്പെട്ടവള് എന്നീ തറവാട്ടിനകത്ത് വന്നു കയറിയോ അന്ന് തുടങ്ങി ചെമ്പകമംഗലത്തിന്റെ നാശം. രാജലക്ഷ്മി, അരുത്, ശപിക്കരുത്. ശാപം തിരിച്ചടിക്കും. അയ്യോ ദൈവമേ, അയ്യോ ദൈവമേ, എല്ലാം നശിച്ചല്ലോ. അമ്മേ, എന്റെ കൃഷ്ണ. പനിയാണല്ലോ ലിസമ്മേ. എന്ത് ചെയ്യാനാ, മരുന്നൊന്നും ഇവിടെ ഇരിപ്പില്ല. തന്നെയല്ല, എന്ത് മരുന്നാ കുഞ്ഞിന് കൊടുക്കുന്നതെന്ന് അറിയ പോലുമില്ല. നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തി പരിചയമൊന്നുമില്ലല്ലോ. കരയല്ലേ മോളെ, വാവയുടെ പനി ഇപ്പൊ മാറും. നമുക്ക് ആ മൈഥിലിയെ ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? അവൾ അമ്മയല്ലേ, കുഞ്ഞിന് എന്തു മരുന്നാ കൊടുക്കേണ്ടതെന്ന് അവൾക്കറിയാലോ. ഇച്ചായനൊന്ന് വിളിച്ചു നോക്ക്. എന്താ നിനക്ക് ഉറക്കമില്ലേ? അതല്ല, മാഡത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഹലോ, ഞാൻ ജയിക്കുവാണ് മാഡം. അതിന് ഞാൻ എന്ത് വേണം? കുഞ്ഞിന് പനി കൂടുകയാണ് മാഡം.
എന്ത് മരുന്നാ കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് അറിയേയില്ല. കുഞ്ഞിന് എന്ത് മരുന്നാ കൊടുക്കുന്നതെന്ന് എനിക്കും അറിയില്ല. എന്റെ കുഞ്ഞിനെ നോക്കിയിരുന്നത് വീട്ടിലെ സർവന്റ് ആയിരുന്നു. കുഞ്ഞിന് എന്ത് മരുന്ന് കൊടുക്കണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു കൊടുക്കാം. നിനക്കെങ്ങനെ അറിയാം? ഞാനൊരു കുഞ്ഞിനെ വളർത്തി വലുതാക്കിയതല്ലേ. അവളിപ്പോ PhD എടുക്കാൻ പഠിക്കുക. ആ, എന്നാ പറഞ്ഞു കൊടുക്ക്. അല്ലേ വേണ്ട. ഇങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്താ മതി. ഹലോ, കടുത്ത പനിയല്ലേ? അതെ. ആദ്യം തുണി നനച്ച് ഇടരെ തുടരെ കുഞ്ഞിന്റെ നെറ്റിയിൽ വെക്കുക. നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടപ്പിക്കണം. നിങ്ങളുടെ വീട് എവിടെയാ? മരുതൻകുഴി. മരുതൻകുഴിയാണോ? എന്നാ അതിനടുത്തൊരു ശുശ്രൂഷ നഴ്സിംഗ് ഹോം ഉണ്ട്. അതിരാവിലെ കുഞ്ഞിനെ കൊണ്ട് അവിടെ ചെന്നാ മതി. അവിടെ നല്ലൊരു ലേഡി ഡോക്ടർ ഉണ്ട്. അവര് മരുന്ന് തരും. ശരി, താങ്ക് യു. കഴിഞ്ഞു? പറഞ്ഞു കൊടുത്തു മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.